ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 41-ാം ദിവസമായ ഇന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന ശനിയാഴ്ചയായിട്ട് നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 46 വരെയുള്ള വേദഭാഗത്ത് ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരുന്നതും മാർത്തയും മറിയയും തമ്മിലുള്ള സംഭാഷണവും കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കല്ലറയിലേക്ക് പോയി ലാസറിനെ ഉയർപ്പിക്കുന്നതുമായ വളരെ വിശാലമായ വേദഭാഗം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമെന്ന് യേശുക്രിസ്തു ഉറക്കെ നമ്മോട് സാക്ഷിക്കുന്ന ഒരു വേദഭാഗം. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്തു നിന്ന് നമ്മെ ഉദിച്ചുയർത്തുന്ന തിരുനാളമായ വിശ്വാസമാണ്, അചഞ്ചലമായ ദൈവവിശ്വാസമാണ് യേശുക്രിസ്തുവാണ് പുനരുദ്ധാനവും ജീവനുമെന്ന്. അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വേദഭാഗം. കർത്താവ് തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് ഉള്ളം നൊന്തു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഉള്ളം നൊന്ത ക്രിസ്തു കണ്ണുനീർ വാർത്തുകൊണ്ട് ആ കല്ലറയിലേക്ക് പോയി ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരനുഭവം. നമ്മെ ഓർത്തും ദൈവം ഉള്ളം നൊന്തിട്ടുള്ള അനുഭവങ്ങളുണ്ടോ എന്ന്, ആത്മീകമായ മരണം, ആത്മീകമായ മരവിപ്പ്, ദൈവകൃപയിൽ നിന്ന് അകന്നിട്ടുള്ള നിമിഷങ്ങൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ദൈവം നമ്മെ ഓർത്ത് ഉള്ളം നൊന്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 40 ദിവസത്തെ നോമ്പ്, അതോടൊപ്പം കഷ്ടാനുഭവ ആഴ്ചയുടെ അനുഭവം, അങ്ങനെ 50 ദിവസങ്ങൾ നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മളിലുള്ള കുറവുകളെ നീക്കി ദൈവകൃപയെ അടിസ്ഥാനമിട്ടുകൊണ്ട് പുനരുദ്ധാനവും ജീവനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ധ്യാനിച്ച് ജീവിതത്തെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും അവൻ്റെ പുനരുദ്ധാനത്തിലും അവൻ്റെ ജീവനിലും കൂടുതൽ വിശ്വാസം ഉറപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശുക്രിസ്തു അവിടെ പറയുന്നു. ഈ നോമ്പുകാലം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാകണം, നമ്മുടെ വിശ്വാസത്തെ ആഴത്തിൽ അറിയുന്നതാകണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ തക്കവണ്ണം സാധ്യമാകും. കേവലം ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ അന്തരാത്മാവിനെ സ്പർശിക്കുന്ന അനുഭവമായിരിക്കണം നോമ്പ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവാണ് പുനരുദ്ധാനം, യേശുക്രിസ്തുവാണ് ജീവൻ. ആ ജീവൻ നൽകുന്ന യേശുക്രിസ്തുവിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിടത്തു നിന്ന് എന്നെ ഉദിച്ചുയർത്തുവാൻ തക്കവണ്ണം എൻ്റെ ക്രിസ്തുവിന് സാധ്യമാകുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മെ ജീവിതത്തിൽ എന്നാളും ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ഈ വേദഭാഗം നമ്മെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ. ആമേൻ.